അപ്പോയിൻ്റ് ചെയ്ത ആ പോസ്റ്റ് ആ വെക്കേഷൻ വരെ ഉള്ളൂ. അപ്പോൾ ഞാനവിടെ അന്വേഷിച്ചു ഇനി സാധ്യത എന്താണ്. പീറ്റർ സാർ പിരിയുകയാണ്, ഈ വർഷം പിരിയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സെൻഡ് ഓഫ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ടി ടി തോമസ് സാറിനോടും ജോൺ സാറിനോടും ഒക്കെ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കണോ. അപ്പോൾ വളരെ രഹസ്യമായിട്ട് അവരെന്നോടൊരു കാര്യം പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് ഇവിടുന്ന് പോയി റിസർച്ചിന് പോയിട്ടുണ്ട്, PhDക്ക് MSc ഇവിടെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഒരു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ. ആ രാധാകൃഷ്ണൻ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ ഇവിടെ അയാൾ അപ്പോയിൻ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയാണ്. കാരണം പീറ്റർ സാറും കൂടെ പോയല്ലോ. അപ്പോൾ ഒരു ഫുൾ ടൈം പ്രൊഫസറായിട്ട് അല്ലെങ്കിൽ ലെക്ചറായിട്ട് ഇവിടെ അപ്പോയിൻ്റ് ചെയ്യണം. അതിന് ഉള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് കേട്ടത്. ഇവിടുത്തെ സ്റ്റുഡൻറ്റുമാണ്, ഈ നാട്ടുകാരനുമാണ്. അപ്പോൾ തൃപ്തിയായി, എനിക്ക് നടക്കുകയില്ല, ഒന്നും ഒരു പരിപാടി നടക്കുകയില്ല. അപ്പോൾ CMSുമായിട്ടുള്ള ബന്ധം വിടേണ്ടി വന്നു എന്ന് പറയുന്ന നമുക്കൊരു വലിയ ഒരു പ്രശ്നം. എല്ലാവരുമായിട്ട് ഒന്നിച്ച് ചേർന്ന് കൂടി കുട്ടികളും ടീച്ചേഴ്സുമായിട്ട് ഒന്നിച്ചിങ്ങനെ ഇതുപോലെ ഇഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയിട്ടില്ലാത്ത ഒരു ഘട്ടം. അധ്യാപനം എന്നത് വളരെ സുഖകരമായ ഒരവസ്ഥയാണ് എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം അത് അവസാനിച്ചതായിട്ട് എനിക്ക് തോന്നി. CMSന്ന് ഈ ഒരു നിരാകരിച്ചപ്പോൾ ഞാൻ പിന്നെ ആരോടും ചോദിക്കാൻ പോയില്ല. മാനേജറോടോ അല്ലെങ്കിൽ മറ്റേ പ്രിൻസിപ്പലിനോടോ ചോദിച്ചില്ല. ഈ മാനേജർ അച്ഛൻ സത്യത്തിൽ എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. കാരണം ഞാനിങ്ങനെ അത്യാവശ്യം പഠിപ്പിക്കലിലും അതുപോലെ നാടകം, ഇതുപോലെ ചില കാര്യങ്ങളുടെ പാട്ട്, കുട്ടികളുമായിട്ട് മിംഗ്ലിങ്, ഈ കാര്യങ്ങളൊന്നും ഒരു കറയില്ലാതെ പെരുമാറുന്ന ആളെന്നുള്ള നിലയിൽ അദ്ദേഹം ഇടയ്ക്ക് മാനേജറുടെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് കാപ്പിയൊക്കെ തരാറുണ്ട്. മാനേജർ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ അച്ഛന്മാർക്കൊക്കെ മാരി ചെയ്യാമല്ലോ, CMSലെ അച്ഛന്മാർക്ക്, CSIക്കാർക്ക്, അങ്ങനെ എനിക്ക് തോന്നുന്നത്. അതെ അവിടെ അദ്ദേഹത്തിൻ്റെ വൈഫ് മകൾ ഈ കോളേജിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പം ഒരു ദിവസം അറിയാതെ ഈ അച്ഛൻ്റെ വൈഫ് പറയുണ്ടായി, നിങ്ങളൊരു കത്തോലിക്കനോ നിങ്ങളൊരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ അങ്ങ് തന്നേനെന്ന്. അപ്പോൾ എന്തുമാത്രം സ്നേഹത്തോടു കൂടിയാണ് അവരെന്നെ കണ്ടത്, മാനേജറുടെ കുടുംബം എന്നെ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ആ കുട്ടി അന്നേരം അവിടെ ഇല്ലായിരുന്നു. ഞാൻ അന്നേരം അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് കണ്ടത്. ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ തന്നെ അവളുണ്ട്. അപ്പോൾ അവൾ നമ്മുടെ ഗുണഗണങ്ങളൊക്കെ അവിടെ കീർത്തന രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകും. അങ്ങനെ ആയിരിക്കും ഇവർക്ക് അങ്ങനെ ഒരു പിക്ചർ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അത് പോട്ടെ, ഞാൻ പിന്നെ കണ്ടിട്ടില്ല കുട്ടിയെ. CMS വിട്ടു. CMS വിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം പിന്നെ 2 ഓപ്ഷൻ എൻ്റെ മനസ്സിലുള്ളൂ. ഒന്നെങ്കിൽ ദേവമാതാ കുറവിലങ്ങാട്, അല്ലെങ്കിൽ ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ്. അപ്പോൾ ഏതാണ്ട് ഈ ഘട്ടത്തിൽ ഈ ദേവമാതയിലെ ഒരു അവിടെ ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു ഇടത്തടത്തിൽ EM ജോസഫ് എന്ന് പറയുന്ന ഒരാളാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. തുടങ്ങിയത് പ്രീ ഡിഗ്രിയേ ഉള്ളൂ, അവിടെ വേറൊന്നുമില്ല. പിന്നെ ഒരു സാറ് അതിരമ്പുഴി നെടുസ്കാൾ സാറ്, അദ്ദേഹം MSc തേർഡ് ക്ലാസ്സാണ്. തേർഡ് ക്ലാസ് ഉണ്ടെങ്കിൽ ഇവിടെ ആവശ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്തു. പിന്നെ ഒരാളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര ടെററായ ഒരു നങ്ങച്ചി വീട്ടിലച്ഛൻ എന്ന് പറയുന്ന ഒരാളാണ് പ്രിൻസിപ്പൽ ദേവമാതാ കോളേജിലെ. മാനേജർ എന്ന് പറയുന്ന പള്ളിയിലെ വികാരി അച്ഛനാണ്. കാലാകാലങ്ങളിൽ മാറി വരുന്ന വികാരി അച്ഛനാണ് കോളേജിൻ്റെ മാനേജർ, സ്കൂളിൻ്റെ മാനേജർ. അതായത് പള്ളിയുടെ പേരിലുള്ള പള്ളി മാനേജരായിട്ടുള്ള മാനേജ് ചെയ്യുന്ന ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാ മാനേജർ ആ വികാരി അച്ഛനാണ്, വരുന്ന വികാരി അച്ഛനാണ്. അപ്പോൾ ഞാൻ വികാരി അച്ഛനെ ഒരു പരിചയമില്ല, ഞാൻ പോയി കണ്ടു ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാനൊന്ന് എന്നെ അപേക്ഷിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ ആ CMSൻ്റെ കാര്യത്തിൻ്റെ ഇടയ്ക്ക് റിസൾട്ടിൻ്റെ കാര്യം പറയാൻ മറന്നുപോയതാണ്. അത്യത്ഭുതമെന്നേ പറയണ്ടു. എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. മാത്രമല്ല I was placed third in that college, അല്ല ആ യൂണിവേഴ്സിറ്റി. അതിൽ 3rd റാങ്ക് എനിക്ക് കിട്ടിയിരിക്കുന്നു. അത് വലിയൊരു സംഭവമായിരുന്നു. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും മിടുക്കനാണോ ഞാൻ എന്ന് എനിക്ക് സ്വയം ഒരു തോന്നലുണ്ടായി. ഇതെന്തെങ്കിലും അബദ്ധം യൂണിവേഴ്സിറ്റിക്ക് പറ്റിയതാണോ, അങ്ങനെ ആകുമോ എന്ന് വരെ ശങ്കിച്ചു പോയി ഞാൻ. പക്ഷേ ആ വിവരം CMSൽ അറിഞ്ഞു. അപ്പം അത് കണ്ടിട്ട് പീറ്റർ സാറിൻ്റെ ഒരു നോട്ടമുണ്ട് ബാക്കിയുള്ളവരുടെ നേരെ, ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് സ്റ്റാഫിൻ്റെ നേരെ ഒരു നോട്ടം. കണ്ടോ എൻ്റെ സെലക്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ് പീറ്റർ സാർ നോക്കിയത്. എനിക്ക് അദ്ദേഹത്തെ ഒരു മുത്തശ്ശനെ പോലെയാണ് പീറ്റർ സാറ്. അദ്ദേഹം ഇല്ല, മണ്ണടിഞ്ഞു എങ്കിൽ കൂടി അത്ര വാത്സല്യമായിരുന്നു എന്നോട്. ഒരു വാത്സല്യം, ഒരു മുത്തശ്ശൻ്റെ വാത്സല്യം എനിക്ക് അനുഭവിക്കാൻ
എൻ്റെ മുത്തശ്ശൻ്റെ മരണശേഷം ഞാൻ BSc അവിടെ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ മുത്തശ്ശൻ്റെ മരണശേഷം മുത്തശ്ശനെ ഒരിക്കലും മറക്കാൻ എനിക്ക് പറ്റില്ല. കാരണം മുത്തശ്ശൻ്റെ കൂടെയാണ് കിടപ്പ്. അവിടെ എനിക്കൊരു 3-ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ കുറിച്ചിത്താനം സ്കൂളിലേക്ക് വന്നപ്പം മുതൽ എൻ്റെ ഓഫീസും മുത്തശ്ശൻ്റെ ഓഫീസും ആ കളപ്പരയാണ്, ആ ഔട്ട് ഹൗസാണ്, അവിടെയാണ് കിടപ്പ്. ഞാൻ മുത്തശ്ശനിലേക്ക് ഒന്ന് വരികയാണ് ഇതിനിടയ്ക്ക്. കാരണം മുത്തശ്ശനെ മറക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ മുത്തശ്ശനോടാണ് പറയുക. മുത്തശ്ശനാണ് സാധിപ്പിച്ച് തരിക. മുത്തശ്ശൻ്റെ കയ്യിലാണ് ഈ പണപ്പെട്ടി, അല്ലെങ്കിൽ അതിൻ്റെ താക്കോല് മുത്തശ്ശൻ്റെ കയ്യിലാണ് എന്നുള്ളതല്ല. ഈ എന്ത് പറഞ്ഞാലും പണം മാത്രമല്ല, അച്ഛൻ്റെ ഒരു സാങ്ഷൻ കൂടെ വേണം. അതെല്ലാം മുത്തശ്ശൻ സമ്മതിക്കില്ല. അച്ഛനെ മുത്തശ്ശൻ വിളിക്കുന്ന ഉണ്ണി എന്നാണ്. ബാക്കിയുള്ളവർ അത് കേട്ട് ഉണ്ണി തിരുമേനി എന്നും വിളിക്കും. യങ്സ്റ്റേഴ്സ് എല്ലാം ഉണ്ണിയേട്ടൻ വിളിക്കും. അപ്പോൾ ഉണ്ണി എന്നുള്ള പേര് അച്ഛനങ്ങ് ഇരുന്നു. അപ്പോൾ ഈ മുത്തശ്ശന് എന്ത് കാര്യം വേണമെങ്കിലും എനിക്കൊരു ഷർട്ട് തുന്നിക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് മുണ്ട് മേടിക്കണം, പാൻസ് മേടിക്കണം, അല്ലെങ്കിൽ അത് വേണം, ആ ഡ്രസ്സ് വേണം, ഈ ഡ്രസ്സ് വേണം, ഇതൊക്കെ പറയണമെങ്കിൽ എനിക്ക് മുത്തശ്ശനേ ഉള്ളൂ. കാലടി കോളേജ് പഠിക്കുമ്പോഴും എനിക്ക് മുത്തശ്ശനേ ഉള്ളൂ. ആ മുത്തശ്ശനാണ് ഞാൻ BSc പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് മരിച്ചു പോയത്. അപ്പോൾ ആ മുത്തശ്ശന് ശേഷം ഒരു 5-6 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരു 4-5 വർഷത്തിന് ശേഷം എനിക്ക് മറ്റൊരു മുത്തശ്ശനെ കിട്ടിയ പോലെ ആയിരുന്നു പീറ്റർ സാറ്. അദ്ദേഹം പിരിഞ്ഞുപോയി, ഞാൻ ഇങ്ങോട്ടും പിരിഞ്ഞുപോയി. ഞാൻ ദേവമാതാ കോളേജിൽ മാനേജരെ കണ്ട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കടലാസുകളും കാണിച്ചപ്പോൾ നോക്കട്ടെ, എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. മാർക്കൊക്കെ ഉണ്ടല്ലോ, മാത്രമല്ല CMS പോലൊരു കോളേജ് പഠിപ്പിച്ചതല്ലേ, അതെ, എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, വിവരം അറിയിക്കാം, അല്ലെങ്കിൽ ഞാൻ ആളെ വിടാം. അന്നൊക്കെ കത്ത് കൊടുത്ത് ആളെ വിടുക പതിവ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആൾ വന്നു, ദേവമാതാ കോളേജിൽ നിന്ന് ആൾ വന്നു. സൈമൾട്ടേനിയസ് ആയിട്ട് ഉഴവൂരുന്ന ഒരാൾ വന്നു. അത് ആ ദിവസമല്ല, ദേവമാതയിൽ ഞാൻ ജോയിൻ ചെയ്യാമെന്ന് കമ്മിറ്റ് ചെയ്തതിന് ശേഷം ദേവമാതയിൽ നിന്ന് വന്നത് അന്നത്തെ അവിടുത്തെ ഓഫീസ് സൂപ്രണ്ടായിരുന്ന ഐസക് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം മാനേജർ അച്ഛൻ്റെ ഒരു കത്തുമായിട്ടാണ് വന്നത്. അപ്പോൾ അതിലൊരു സബ്സ്റ്റൻസ് ഇത്രയേ ഉള്ളൂ. നേരിട്ട് കണ്ട് സംസാരിച്ചതിൽ വളരെ സന്തോഷമായി. ഇവിടെ ഒരു അടുത്ത അക്കാഡമിക് ഇയറിൽ വരാൻ പോകുന്ന ഒരു പോസ്റ്റിന് താങ്കളെ അപ്പോയിൻ്റ് ചെയ്യാൻ ഇന്ന സ്കെയിലിൽ, ആ സ്കെയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, താങ്കളെ ലെക്ചററായിട്ട് അപ്പോയിൻ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു മാനേജ്മെൻറ്റ്. വളരെ സന്തോഷം, നിങ്ങൾക്ക് ഇന്ന ദിവസം ജോയിൻ ചെയ്യാം. ഇതാണ് അതിൻ്റെ പർപ്പസ്, ഇത് അർത്ഥം. അത് വലിയൊരു ലോട്ടറി കിട്ടിയ പോലെ ആയി. എനിക്ക് ആദ്യമായിട്ട് എനിക്കൊരു അംഗീകാരം കിട്ടിയ, CMSന് ശേഷം ഒരു അംഗീകാരം കിട്ടി. ഇവിടെ എൻ്റെ നാട്ടിൽ ഞാൻ അപ്പോയിൻ്റ് ചെയ്യാൻ, എന്നെ ജോലിക്ക് ഇരുത്താൻ പോവുകയാണ്. സത്യത്തിൽ അവിടെ മറ്റാളുകളില്ലാഞ്ഞിട്ടല്ല എന്നെ അപ്പോയിൻ്റ് ചെയ്തത്, എനിക്കറിയാതെ. എനിക്ക് അവിടെ അപ്പോയിൻ്റ് ചെയ്തതിൽ പലരിലേക്കാളും കൂടുതൽ മാർക്ക് എനിക്കുണ്ടായിരുന്നു, പലരേക്കാളും കൂടുതൽ ടീച്ചിങ് എക്സ്പീരിയൻസും എനിക്കുണ്ടായിരുന്നു. കാരണം CMSലെ ടീച്ചിങ് 6 ആണെങ്കിൽ 6 മാസം. അവിടെ കുറവിലങ്ങാട്ട് പാലക്കിലൊരു എന്ന് പറഞ്ഞൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ ഒരാൾ MSc കെമിസ്ട്രി കഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അയാളും കൂടെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. വേണമെങ്കിൽ അയാൾക്ക് അപ്പോയിൻ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ മാനേജരച്ഛന് വേണമെങ്കിൽ കൈമലത്താം. ഇവിടുത്തെ ഇടവകപ്പെട്ട ഒരാളെ തന്നെ അയാൾ തന്നെ അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇനിയൊരു വേക്കൻസി വരുമ്പോൾ ഞാൻ നമ്പൂരിയെ പരിഗണിക്കാം, അതുവരെ എന്ന് പറയായിരുന്നു. അങ്ങനെ പറഞ്ഞില്ല, എനിക്കത് തരികയും ചെയ്തു. മാത്രമല്ല പിന്നീട് അങ്ങോട്ടുള്ള പെരുമാറ്റത്തിലെല്ലാം വളരെയധികം അന്തസ്സ്, ആഭിജാത്യം ഇതൊക്കെ കാണിച്ച ഒരു മാനേജ്മെൻറ്റാണ് ദേവമാതാ കോളേജിലെ കോളേജ് മാനേജ്മെൻറ്റ്. അങ്ങനെ കുറവിലങ്ങാട് ദേവമാതാ കോളേജിൻ്റെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറി. CMS കോളേജിൽ നിന്നാണ് ഞാൻ വരുന്നത്. 6 മാസം 7 മാസത്തെ ഒരു എക്സ്പീരിയൻസ് CMSൽ നിന്ന് എനിക്ക് കിട്ടിയ ആളാണ് ഞാൻ. അപ്പോൾ അവിടുന്ന്
ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ ഇത് എന്നൊക്കെ തോന്നി ആദ്യം. പക്ഷേ ഇവിടുത്തെ ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾട്ടൺ ആളുകളാണ്. ദേവമാതാ കോളേജിലെ സ്റ്റുഡൻസും ടീച്ചേഴ്സും. ഞാനാണ് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഈ പാൻസ് ഇട്ടുകൊണ്ട് വരുന്ന ആദ്യത്തെ അധ്യാപകൻ. മറ്റാളുകളൊക്കെ ഈ ദൂരെ നിന്ന് വരുന്നവരും അല്ലാത്ത ആളുകൾ, ഹോസ്റ്റലില്ല, പാൻസ് ഉപയോഗിക്കുന്ന ആളുകൾ കുറവാണ്, മുണ്ടാണ്. പിന്നെ റിട്ടയേർഡ് ആയിട്ടുള്ള ആളുകൾ ചിലർ വന്നിട്ടുണ്ട്, അവിടെ ജോയിൻ ചെയ്തു. ആ ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് പുലിപ്പിക്കാൻ, ഒന്ന് അറേഞ്ച് ചെയ്ത് പോകാനായിട്ട്. അങ്ങനെ അവരും സ്കൂളിൽ നിന്ന് വരുന്ന MA പാസ്സായ ആളുകളുണ്ട് അവരൊക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ ഡ്രസ് കോഡെല്ലാം ഒരു സമാനമാണ്. ജുബ്ബയോ മുണ്ടോ അല്ലെങ്കിൽ ഷർട്ടോ മുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളതാണ്. പാൻസ് വളരെ കുറവാണ്, അപൂർവമാണ്. പാൻസ് ഉണ്ടെങ്കിൽ തന്നെ അതിലൊക്കെ ജാമ്പവം കാലത്തെ പാൻസ് ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളാണ് അവർ പലരും. ഞാനങ്ങനെയല്ല, മറ്റ് അലഹബാദിൽ നിന്നും റീവേയിൽ നിന്നും ഒക്കെ നമ്മൾ തയ്പ്പിച്ചതോ വാങ്ങിച്ചതോ ആയ ടൈറ്റ് പാൻസ്, ജീൻസും ടീഷർട്ടും ഒക്കെ ആയിരുന്നു നമ്മുടെ വേഷം. അന്ന് അവിടെ പഠിക്കുന്ന കേമന്മാരായ രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്നത് ഒരു T. ജോസഫ് എന്ന് പറയുന്ന ആൾ കോൺഗ്രസിൻ്റെ ഒരാളാണ്. പിന്നെ PM മാത്യു, അദ്ദേഹം മാണിസാറിൻ്റെ കോൺഗ്രസിൻ്റെ ആളാണിപ്പോൾ. അതുപോലെ ഒത്തിരി ആളുകളുണ്ട്, പലരുമുണ്ട്. വേറെ എനിക്കറിയാവുന്ന ഒരു 1-2 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെയർമാനായിട്ട് പുള്ളി അത് രാജിവെച്ച്, ഈയിടെ അതിൻ്റെ ഒന്ന് രാജിവെച്ച VA ജോസഫ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം കോമേഴ്സിലുള്ള ആളാണ്. ഇപ്പോൾ ഇവരെയൊക്കെ പഠിപ്പിക്കാനുള്ളൊരു യോഗം എനിക്കുണ്ടായി. ഇവരൊന്നും ഉഴപ്പന്മാരല്ല. VA ജോസഫ് ഒട്ടുമല്ല. മറ്റാളുകൾ മോശമില്ല എന്നേ ഉള്ളൂ. T. ജോസഫ് ഉഴപ്പമെന്ന് പറയാൻ ഒക്കില്ല. മാത്യു അങ്ങനെയല്ല, മാത്യു കുറച്ച് ഉഴപ്പിൻ്റെ ലൈനാണ്. ഞാൻ അത്യാവശ്യം ദേഷ്യപ്പെടാൻ ധൈര്യമുള്ള ഒരാളും കുട്ടികളുടെ അടുത്ത് ദേഷ്യപ്പെടും, അവരെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും, പഠിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചൊരു പേടിയാണ് പല കുട്ടികൾക്കും. അല്ലാണ്ട് പേടിയോട് കൂടി പറയുന്നത് മനസ്സിലാക്കി തരുന്നൊരു സാറെന്നുള്ള നിലയിൽ ഒരു ഇഷ്ടം കൂടിയുണ്ട്. പിന്നെ അത്യാവശ്യം കോളേജിലെ ഫംഗ്ഷനുകളിലൊക്കെ പാടുക. ഒരു കുര്യാക്കോസ് സാറുണ്ട്, NC കുര്യാക്കോസ്, അദ്ദേഹം നന്നായിട്ട് പാടും, ഞാൻ പാടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീവായിലും മറ്റ് സ്ഥലങ്ങളിലൊന്നും പാടാൻ ധൈര്യം എനിക്ക് കിട്ടിയിട്ടില്ല. കുറവിലങ്ങാണ്ട് വന്നു കഴിഞ്ഞപ്പം ഞാനും അല്പസ്വല്പം പാടാൻ യോഗ്യനാണെന്ന് എനിക്ക് സ്വയം ഒരു തോന്നൽ വന്നു. ഈ VA ജോസഫ് എന്ന് പറഞ്ഞ ആൾ എന്നെ ഇങ്ങനെ എപ്പോഴും പലപ്പോഴും സാറേ ഒരു പാട്ട് പാട് ഇങ്ങനെ അയാൾക്ക് ഹിന്ദി പാട്ട് ഇഷ്ടമാണ്. അങ്ങനെ ഞാനൊരു പാട്ടിലേക്കും വഴുതി വീണു എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ കോളേജ് അപ്പം കൊല്ലത്തെ പരിപാടികളുടെ ഇനാഗറേഷൻ, അതിനൊക്കെ ഈ സ്റ്റുഡൻസും സ്റ്റാഫും കൂടെ കൂടിയ ഒരു സംഗീത കച്ചേരി അല്ലെങ്കിൽ ഗാനമേള നടത്താറുണ്ട്. അത് ഈ ഞാൻ പറഞ്ഞ കുര്യാക്കോസ് സാറാണ് ലീഡ് ചെയ്യുക. ചില പാട്ടുകൾ ഞാനും പാടും, ചില പെൺകുട്ടികളും ആൺകുട്ടികളും വേറെ പാട്ട് പാടും. അപ്പം ഒരു നല്ല ജോഡിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മോഹം. രാധാകൃഷ്ണൻ അന്നേരത്തേക്കും റിസർച്ചിന് ജോയിൻ ചെയ്തു. എൻ്റെ കൂടെ MScക്ക് അലഹബാദിൽ പഠിച്ചിരുന്നു. എൻ്റെ കൂടെ ഒരുമിച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം അലഹബാദിലും ഞാൻ റീവയിലുമായിരുന്നല്ലോ. രാധാകൃഷ്ണൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു മോഹം, PhD ചെയ്താൽ എന്താ, ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രീ ഡിഗ്രി പഠിപ്പിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതെല്ലാം മറന്നു പോകും. അത് പ്രയോഗിക്കേണ്ട ഒരു ഘട്ടമല്ലല്ലോ, ഘട്ടമില്ല. ഒരു BSc ക്ലാസ്സിൽ പോലും നമ്മൾ പറയേണ്ട കാര്യങ്ങളല്ല ഈ പ്രീ ഡിഗ്രിയിൽ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇംഗ്ലീഷ് പഠിക്കുക, അത്രയേ ഉള്ളൂ പ്രീ ഡിഗ്രിയിൽ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്തു. ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ ബയോകെമിസ്ട്രിയുടെ ഒരു ജൂനിയർ റിസർച്ച് ഫെലോ ആവശ്യമുണ്ട്, ഒരു പരസ്യം കണ്ടു. അപ്പോൾ അത് ഞാൻ വെറുതെ അപ്ലൈ ചെയ്തു. ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ ജോലി ചെയ്യുകയാണ്. നേരത്തെ ഒരു 6 മാസത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ്, PG ക്ലാസ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ, പോസ്റ്റ് ഗ്രാജുവേഷൻ, MScക്ക് വരെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് എൻ്റെ സ്കോർ MScക്ക് ഇതുപോലെയാണ്, BScക്ക് ഇതുപോലെയാണ്. ഇത് വെച്ച് അപ്ലൈ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് മറുപടി കിട്ടി. ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞ്. അപ്പം ഏതാണ്ട് വെക്കേഷനായി. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, വെക്കേഷൻ. അപ്പോൾ ഞാൻ വെക്കേഷനിൽ പോകുന്നതിന് മുമ്പ് കോളേജിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാറുണ്ട്. വളരെ എന്നെക്കാളൊക്കെ ഒത്തിരി സീനിയറാണ്. അത് എബ്രഹാം നിഥീരി എന്ന് പറയുന്ന സാറാണ്. നിഥീരി എന്ന് പറയുന്ന ഒരു കുടുംബമാണ്, കുറവിലങ്ങാട്ടെ ഒരു ആഠ്യ ക്രിസ്ത്യാനി കുടുംബമാണ്, റോമൻ കാത്തലിക്കാണ്. നിഥീരി സാറിനെ കണ്ടാൽ തന്നെ നമ്മൾ അത്ര ഇഷ്ടപ്പെട്ടു പോകും. അത്ര ഹാൻസമാണ് ആൾ. അദ്ദേഹത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടൻ്റെ ഛായയാണ് അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ദിലീപ് കുമാറാണെന്ന്. അതുപോലെ തന്നെയാണ് സാറിൻ്റെ ഹെയർ സ്റ്റൈല്, സാറിൻ്റെ ഹൈറ്റ് അതുപോലെയാണ്, സാറിൻ്റെ കളർ അതുപോലെയാണ്.
പക്ഷേ സാറിന് നടപ്പ് മാത്രമേ പ്രശ്നമുള്ളൂ. സാറിനെ കളിയാക്കുന്ന ഇതുണ്ട്. സൈക്കോളജി പഠിപ്പിക്കുന്ന സാറാണ്. സാറിനെ കളിയാക്കുന്നത് സാറ് അരകല്ലിന് കാറ്റ് പിടിച്ച പോലെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ദൂരമുള്ള സാറിൻ്റെ വീട്ടിലേക്ക് ഈ കോളേജിൽ നിന്ന് സാറ് എത്താൻ 1.5 മണിക്കൂർ എടുക്കും. വഴി സൈഡിൽ ചേർന്ന് മുണ്ട് മടക്കി കുത്തുകയില്ല, വെളുത്ത ഷർട്ടേ ധരിക്കൂ, വെള്ള മുണ്ടും വെള്ള ഷർട്ടും അല്ല വെള്ള ജുബ അപൂർവം ചില ഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം NSS കോളേജ് ചങ്ങനാശ്ശേരിയിലായിരുന്നു. ഈ കോളേജ് തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് വരുത്തിയതാണ്. അലക്സിസ് തോമസ് സാറ് ഇവരൊക്കെ ആ കോളേജിൽ ആയിരുന്നു, NSSൽ. അവിടുന്ന് ഇങ്ങോട്ട് വരുത്തിയതാണ്. അപ്പോൾ ഈ എബ്രഹാം നിധീരി സാറിനോട് ഞാൻ പറയും, സാറേ എനിക്ക് കുറച്ചുകൂടെ പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. റിസർച്ചിന് ഞാൻ ജൂനിയർ റിസർച്ച് ഫെലോ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവിടെ ഒന്ന് പോയെങ്കിലും ഒന്ന് ആലോചിക്കുകയാണ് സാർ. വേറെ ആരോടും പറയണ്ട, വെക്കേഷനാണല്ലോ. അപ്പോൾ എനിക്ക് വെക്കേഷൻ സാലറി കിട്ടുന്നതാണ്. എന്നെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു സീനിയർ ലെക്ചറായിട്ട്. അപ്പോൾ ഇനിയിപ്പം ഒരു ഒഫീഷ്യലായിട്ട് ഒരു കടലാസൊക്കെ പിന്നെ കൊടുക്കാം. അങ്ങനെ എന്തോ എനിക്ക് തോന്നി. ഇല്ലെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ ഞാൻ റിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഒരു രീതി അനുസരിച്ച് ഇത് പോട്ടെ പോകൂ, എനിക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടുമല്ലോ എന്നൊരു ആവശ്യമില്ലാത്ത ധൈര്യമൊക്കെ കൊണ്ട് നടക്കുന്ന ആളായിരുന്നു ഞാനത് ചെയ്തില്ല. നിധീർ സാറിനോട് മാത്രം പറഞ്ഞിട്ട് ഞാൻ പോയി മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവിടെ മാർച്ച് കഴിഞ്ഞു. ഏപ്രിൽ മെയ് 2 മാസം ഗംഭീരൻ റിസർച്ച്. അത്ഭുതമാണ്. കാരണം മെഡിക്കൽ കോളേജിൽ റിസർച്ച് ചെയ്യാനായിട്ട് കെമിക്കൽസ് ഇല്ല, ലാബിൽ വെള്ളമില്ല. എന്നെ ഗൈഡ് ചെയ്യുന്ന ആൾക്ക് എൻ്റെ എത്ര കെമിസ്ട്രി പോലും അറിയാൻ മേല. ഇതൊരു വലിയ തിരിച്ചറിവായിരുന്നു എനിക്ക്. കാരണം ഞാൻ അവിടെ പെട്ടുപോയാൽ എനിക്ക് 3 അല്ല 4 അല്ല 5 6 വർഷം കൊണ്ട് ഒരു PhD കിട്ടിയാലായി. ഈ 5 6 വർഷം ഈ ജൂനിയർ റിസർച്ച് ഫെലോ എന്ന് പറയുന്ന ഒരു പക്ഷേ കുറവലങ്ങാട്ട് കിട്ടുന്നതിൻ്റെ ഒരു 4/3% പൈസ കൊണ്ട് 4-5 വർഷം ഞാൻ കഴിച്ചു കൂട്ടണം. കുറവലങ്ങാട്ടാണെങ്കിൽ 4-5 വർഷം കഴിയുമ്പോൾ ആ ഇൻക്രിമെൻ്റ് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. കുറവലങ്ങാട്ടെ ശമ്പളമൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. എയ്ഡഡ് കോളേജ് ആണെങ്കിൽ കൂടി അന്ന് എനിക്ക് കിട്ടിയ 232 രൂപയാണ് ഒരു മാസത്തെ ശമ്പളം. ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ 232 ഒരു 20,000 രൂപ കിട്ടുന്ന പോലെയാണെന്ന്. ഇന്നത്തെ 20,000 രൂപ പോലെയാണ്, അതിലും മുകളിലാണ് 232 എന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ അത്ര തൃപ്തിയല്ല. കാരണം ഈ ഇല്ലത്തിനടുത്ത് കിട്ടിയൊരു ജോലിയാണ്, നല്ല അന്തസ്സുള്ളൊരു ജോലിയാണ്. അത് തൽക്കാലം വേണ്ടാന്ന് വച്ചില്ല എന്നുള്ളത് സത്യമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇനി ഇവൻ കൈവിട്ടു പോകുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീവെയിലും ഒക്കെ അവിടുന്ന് ഇടയ്ക്ക് എക്സാമിനേഷൻ ഞാൻ ക്യാൻസൽ ചെയ്യട്ടെ, അടുത്ത കൊല്ലം വന്ന് എഴുതിയാൽ മതിയല്ലോ എന്നൊക്കെ ചോദിച്ച ഒരാളാണ് ഞാൻ. അതുപോലെ കാലടി കോളേജിലും അവിടെ കൺട്രോൾ ചെയ്യാൻ ആളുണ്ടായിട്ടും വേണ്ട കൺട്രോൾ എനിക്ക് കിട്ടാതെ വന്ന ഒരാളാണ്. അപ്പോൾ ഇനി മെഡിക്കൽ കോളേജിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് പോയാൽ എങ്ങനെയാണെന്ന് അറിയില്ല. ട്രിവാൻഡ്രത്തിൽ പോകുമ്പോൾ എനിക്ക് 2 ഉദ്ദേശമുണ്ട്. പണ്ടൊരിക്കൽ എനിക്ക് ഈ MSc കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും അപ്പോയിൻറ്റ്മെൻറ്റ് കിട്ടി. അതിലൊന്ന് ട്രിവാൻഡ്രത്തെ NSS കോളേജ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ജോയിൻ ചെയ്താൽ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഇത് ട്രാൻസ്ഫറബിൾ ആകും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് ഈ IAS IPS കോച്ചിങ്ങിന് പങ്കെടുക്കാമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അവിടെ പോയാൽ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും എന്നുള്ളത് കൊണ്ട് അത് വേണ്ടാന്ന് വെച്ച ആളാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു രഹസ്യമായ ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ റിസർച്ചിനിടയ്ക്ക് ഈവനിങ് ആണ് അവിടെ ക്ലാസ്. അതുപോലെയുള്ള ഈ IAS IPS ക്ലാസ്സുകളൊക്കെ ഈവനിങ് ആണ്. അപ്പോൾ അവിടെ പോയി ഈവനിങ് ക്ലാസ്സിലും കൂടെ പങ്കെടുത്ത് അതും കൂടെ ട്രൈ ചെയ്യാം. റിസർച്ച് രാധാകൃഷ്ണനെ പോലെ റിസർച്ച് നടത്തിയ ഒരു PhD നേടാം. അങ്ങനെ PhD എടുത്തു കഴിഞ്ഞാൽ ഈ ടീച്ചിങ് അല്ലാതെ മറ്റെന്തെങ്കിലും ഹയർ പോസ്റ്റ് എനിക്ക് കിട്ടാം. ഇതൊക്കെയായിരുന്നു ഉള്ളിലുള്ള സ്വപ്നം. PhD എടുത്തുകൊണ്ട് അന്നത്തെ കാലത്ത് ടീച്ചിങ് പോസ്റ്റിന് അഡീഷണൽ ബെനിഫിറ്റ് ഒന്നുമില്ലായിരുന്നു. ഇന്നുണ്ടാവും, അന്നില്ല. അപ്പോൾ അത്രയുള്ള അറിവേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. അവിടെ ചെന്നു 2 മാസം റിസർച്ച്. അവിടുത്തെ ഒരു ശോച്യാവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, വെള്ളവും യാതൊന്നുമില്ല. 2 മാസം കഴിയാറായപ്പോൾ, വെക്കേഷൻ തീരാറായപ്പോൾ എനിക്കൊരു ബോധോദയം ഉണ്ടായി. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കുഴയും. അതുകൊണ്ട് ഞാൻ തിരികെ വന്നു ആദ്യം തന്നെ ഈ നിധീരി സാറിനെ കണ്ട്, ഇല്ലത്ത് പറഞ്ഞില്ല, നിധീരി സാറിനെ കണ്ട് പറഞ്ഞു, സാറേ ഇതൊക്കെയാണ് അവിടുത്തെ സ്ഥിതി, ഞാനവിടെ നിന്നാൽ ഞാൻ ആരും അല്ലാതായി പോകും. എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് കിട്ടുകയില്ല ഡിഗ്രി. കാരണം അതിൻ്റെ അറിവോ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ തിസീസിനെ കുറിച്ചോ ഒരു ബോധം വേണ്ട രീതിയിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയ ആളുകൾ അവിടെ ഇല്ല, മറ്റ് സൗകര്യങ്ങളും ഇല്ല. അതുകൊണ്ട്
അത് സാരമില്ല, ഇത് റിസൈൻ ചെയ്തിട്ടല്ലല്ലോ പോയേ, വെക്കേഷൻ ടൈമും അല്ലേ. നമ്പൂരി ചോദിച്ചത് ഇത് ആരോടും മിണ്ടണ്ട, ഇത് കഴിയുമ്പോൾ, അതായത് വെക്കേഷൻ കഴിയുമ്പോൾ, സമ്മർ വെക്കേഷൻ കഴിയുമ്പോൾ കോളേജ് തുറക്കുന്ന ദിവസം ചെല്ലുക, ഒപ്പിടുക, അത് മതി. എനിക്ക് സന്തോഷമായി. അപ്പോൾ അവിടെ മുതലാണ് എനിക്ക് സ്ഥിരമായ ഒരു ജോലി ഈ കുറവിലങ്ങാട്ട് ഉറച്ചു എന്നെനിക്കൊരു തോന്നലുണ്ടായത് അവിടെ മുതലാണെന്നർത്ഥം. അവിടെ മുതലെന്ന് പറഞ്ഞാൽ നിധീഷ് സാറിൻ്റെ ഈ ഉറപ്പ്. മറ്റേ ഞാൻ പേടിച്ചു പോയി. ഞാൻ എന്തെങ്കിലും വാക്കാൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇതുമില്ല, കടിച്ചതുമില്ല, പിടിച്ചതുമില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിലായി തീരുമോ എന്നൊരു ശങ്ക എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് അച്ഛനോട് പറഞ്ഞത്, ജോലിക്ക് കുഴപ്പമൊന്നുമില്ല, അവിടെ വേണ്ട, അവിടെ ഇങ്ങനെ ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വന്ന് ജോയിൻ ചെയ്തു എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ വളരെ സന്തോഷമായി. അച്ഛൻ ആഗ്രഹിച്ചതും ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നു തന്നെ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അച്ഛന് സന്തോഷമായി. അപ്പോൾ ഇവിടെ ഉറച്ചു ഇത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കുടുംബത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചു തുടങ്ങി. തേങ്ങ വിരിക്കുക, മുളക് പറിപ്പിക്കുക, കുരുമുളക് പറിപ്പിക്കുക, അത് എന്നിട്ട് ഇത് മാർക്കറ്റിലെത്തിച്ച് അതിൻ്റെ വില വാങ്ങിച്ച് അച്ഛനെ ഏൽപ്പിക്കുക, തേങ്ങ കച്ചവടം ചെയ്യുക, ഇങ്ങനെയുള്ള ഡ്യൂട്ടികൾ. മാത്രമല്ല ഒരു ആനയുണ്ടായിരുന്നു. അപ്പോൾ ഈ ആനയുടെ കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യാനായിട്ടും കൂടെ ഒരാളായി ഞാൻ എന്നർത്ഥം. ആനയുടെ രീതി എന്ന് പറഞ്ഞാൽ ആന ഈ ഒരു വൃശ്ചികം ധനു, വൃശ്ചിക മാസം മുതൽ, വൃശ്ചികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി മാസം മുതൽ ഏപ്രിൽ അവസാനം വരെയാണ് സീസൺ, ഉത്സവ സീസൺ, പെരുന്നാൾ സീസൺ. അപ്പോൾ ആ സീസണിൽ നമുക്കിടെ അടുത്ത ആനയുണ്ട്, നമ്മുടെ വീട്ടിൽ ആനയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ആവശ്യക്കാർ, ഉത്സവ കമ്മിറ്റിക്കാർ വിളിച്ച് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കാതെയോ ആളെ പറഞ്ഞു വിട്ടോ നമ്മുടെ അടുത്ത് വരും. അതിൻ്റെ ടേംസ് എല്ലാം സംസാരിച്ച് എഗ്രിമെൻറ്റ് വെച്ച് അഡ്വാൻസും വാങ്ങി അവരെ വിടുക. ആ സമയത്ത് ആനയെ എത്തിക്കുക അവിടെ. ഇന്നിപ്പോൾ ആനയെ ലോറിയിലൊക്കെയാണ് കൊണ്ടുപോവുക, അന്ന് നടന്നു തന്നെയാണ്. തൃശ്ശൂരോ പാലക്കാട്ടോ എവിടെയാണെങ്കിലും, തൃശ്ശൂരൊക്കെ ആണെങ്കിൽ 4 ദിവസം നടന്നാണ് ആന തൃശ്ശൂരെത്തുക. പാലക്കാട്ടാണെങ്കിൽ പിന്നെയും 2 ദിവസം എടുക്കും. ഇത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴും ഇങ്ങനെ തന്നെ. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഒരാൾ വേണം. മാത്രമല്ല ഈ ആനക്കാരെന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ പാപ്പാന്മാരെന്ന് പറയുന്ന ആളുകളെ കംപ്ലീറ്റ് കൈയയച്ച് വിട്ട് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഈ ജീവധനമാണത്, ജീവനുള്ളൊരു ധനം. അതിനെ അങ്ങനെ ഏത് രീതിയിലാണ് ഉപദ്രവിക്കുക, എന്താ ചെയ്യുക, പോകുന്ന വഴിക്ക് ഇവരെന്തെങ്കിലും പണിയെടുപ്പിക്കുക ആനയെ കൊണ്ട് നമ്മളറിയാതെ, അതിൻ്റെ കാശ് പോക്കറ്റിൽ വാങ്ങിച്ചിടുക, അതിന് നിന്നിട്ട് എന്തെങ്കിലും ലഹരി കഴിക്കുക, ഇതൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞാൽ മോശമാണ്, നമുക്കൊക്കെ ആകെ മോശമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. വലിയ പണിയാണ്. ഏറ്റവും ആനയെ എങ്ങനെയെങ്കിലും നമുക്ക് മേയ്ക്കാം, പക്ഷേ പാപ്പാന്മാരെ മേയ്ക്കാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ് അവരെ മേയ്ക്കുക എന്നുള്ളത്. ഇത് ഒത്തിരി എക്സെപ്ഷണൽ കേസ് ഇതിൻ്റെ അകത്തുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ പല പാപ്പാന്മാരും നല്ല പാപ്പാന്മാരായിരുന്നു, നല്ല സ്വഭാവത്തിലുള്ളതായിരുന്നു. വടക്ക് മംഗലാംകുന്ദം എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് പാലക്കാട്ട് നിന്ന് വരെയുള്ള പാപ്പാന്മാർ ഞങ്ങളുടെ ഗ്രഹത്തിൽ വന്ന് ഇല്ലത്ത് വന്ന് താമസിച്ചിട്ട്, അവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ താമസിച്ച് കാലാകാലങ്ങളിൽ എല്ലാ പരിപാടിയും കഴിച്ചിട്ട് സീസൺ കഴിയുമ്പോൾ ആനയെ നീരിൽ കെട്ടിയിട്ട് അവർ പോകും, ആരെങ്കിലും ഒരാളെ ഇവിടെ ആക്കിയിട്ട്. അങ്ങനെ ഉത്തരവാദിത്വം കാണിക്കുന്ന പാപ്പാന്മാർ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടി മോശം ആയുള്ള ആളുകളും ധാരാളം ഉണ്ടെന്നർത്ഥം. ശരിക്കും നിരണം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് ചേക്കേറിയ ആളുകളാണ്. അതിന് കാരണക്കാർ ഞങ്ങളാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ കാഞ്ഞിരക്കാട് മനക്കാർ. കാഞ്ഞിരക്കാട് മനക്കാർ ഇവരെ കൊണ്ടുവന്ന് വേറൊന്നുമല്ല, വേറൊന്നിനുമല്ല,